നമസ്കാരം. ഞാൻ ബിജു മുതിരയിൽ ആയുർവേദ ട്രഡീഷനിലെ 11ാം തലമുറയിൽപ്പെട്ട ആയുർവേദ വൈദ്യനാണ്. ആയുർവേദത്തിലെ പല വിധത്തിലുള്ള ഔഷധങ്ങളും നമ്മൾ സുശ്രുത ഫാർമസ്യൂട്ടിക്സ് എന്ന നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. ആ നാമധേയത്തിൽ തന്നെ നമുക്ക് ഈ മരുന്നുകൾ പരിചയപ്പെടാം. പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ആയുർവേദത്തിലെ പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഔഷധങ്ങൾ, പച്ചമരുന്നുകൾ, ഇതെല്ലാം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് തൃശ്ശൂർ, അതുപോലെ തന്നെ പാലക്കാട്, അതുപോലെ ഹൈ റേഞ്ചുകൾ, പല മലകളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ മരുന്നുകളെല്ലാം കിട്ടുന്നത്. ഈ മരുന്നുകൾ നമുക്ക് കൃത്യമായ രീതിയിൽ കുറെ അധികം കാലഘട്ടമായിട്ട് പൂർവികരായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകളും പിന്നെ അവരുടെ പിന്തുടർന്നക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പച്ചമരുന്നുകളെല്ലാം അതിന്റെ ദോഷവശങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഗ്രീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ പച്ചമരുന്നുകൾ നമ്മളതിനെ വൃത്തിയായി നന്നായി അതിന്റെ ദുഷ്ടുകളെല്ലാം കളഞ്ഞ് അഴുക്കുകളെല്ലാം നിർമ്മാർജ്ജനം ചെയ്ത് ശുദ്ധമായ രീതിയിലാക്കി അത് ശരിയായ വിധത്തിൽ സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്ത് ആ അരിഞ്ഞ ഔഷധങ്ങൾ, പച്ചമരുന്നുകൾ കൃത്യമായ രീതിയിൽ അതിന്റെ പറഞ്ഞിരിക്കുന്ന ആ വെയിറ്റ്, ആ യോഗമനുസരിച്ചുള്ള വെയിറ്റിൽ കൃത്യമായി നമ്മൾ അത് കഷായ രൂപത്തിൽ ആക്കുന്നതിനായി നമ്മൾ 500 ലിറ്റർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കുക്കറിലാണ് നമ്മൾ ഇതിന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കുക്കറിൽ നമ്മൾ ഈ കഷായ മെറ്റീരിയൽസ് നിക്ഷേപിച്ച് ഏകദേശം 24 മണിക്കൂറോളം അതിൽ പ്രഷർ നിലനിർത്തി അതിന്റെ സാരാംശത്തെ നമ്മൾ ഊറ്റിയെടുത്ത് നാച്ചുറലായിട്ടുള്ള വാർപ്പിൽ, നാച്ചുറലായിട്ടുള്ള ബേണിങ്ങിൽ അത് കത്തിച്ച് വറ്റിച്ച് അതിന്റെ സാരാംശത്തിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ എത്തുന്ന ഈ കഷായ എക്സ്ട്രാക്റ്റിനെ വീണ്ടും നമ്മൾ കുഴമ്പ് രൂപത്തിൽ വറ്റിച്ചെടുത്ത് അതിനെ വീണ്ടും ഡ്രയറിൽ വെച്ച് 35 ഡിഗ്രി സെന്റിഗ്രേഡിൽ അത് ഡ്രൈ ചെയ്ത് അതിന്റെ ജലാംശത്തെ പൂർണ്ണമായും മാറ്റി നമുക്കത് ഉപയുക്തമാക്കുന്ന രീതിയിലുള്ള കേക്ക് രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നു. ഈ കേക്ക് രൂപത്തിലാക്കി എടുക്കുന്ന ഈ ഔഷധക്കൂട്ട് അതാത് ടാബ്ലറ്റോ ക്യാപ്സൂളോ ഏത് ഫോമിലേക്ക് വേണമെങ്കിലാക്കുന്നതിനായിട്ടുള്ള അത്യാധുനിക രീതിയിലുള്ള മെഷീൻ സൗകര്യങ്ങളോട് കൂടിയിട്ട് അത് പൾവറൈസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഗ്രാനുലേറ്റ് ചെയ്ത് ടാബ്ലറ്റിങ്ങിലേക്കോ ക്യാപ്സ്യൂൾ ഫോമിലേക്കോ മാറ്റുന്നു. ടാബ്ലറ്റിംഗ് ഫോമിലാണെങ്കിൽ നമുക്ക് 16 സ്റ്റേഷന്റെ ടാബ്ലറ്റിംഗ് മെഷീനാണ് ഉള്ളത്. അതിൽ നമ്മൾ ടാബ്ലറ്റ് ചെയ്യുന്നു. ആ ടാബ്ലറ്റിൽ കോട്ടിങ്ങോ യാതൊരു വിധത്തിലുള്ള ഒരു ബൈൻഡിങ് ഏജൻസുകളോ അല്ലെങ്കിൽ അതിൽ മറ്റേ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കഷായം എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. നമുക്കിതിന് ജലാംശങ്ങളോ അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സോ കോട്ടിങ്ങോ ഇല്ലാത്തതുകൊണ്ട് ആ കഷായത്തിന്റെ എഫക്റ്റ് ശരീരത്തിലേക്ക് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും അത് കഷായത്തിന് തുല്യമായിട്ടുള്ള ഔഷധമായിട്ട് തന്നെ ഉപയോഗിക്കാം. ക്യാപ്സൂൾ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ടാബ്ലറ്റും ക്യാപ്സൂളും ഫോമിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്നുള്ളൂ. കഷായങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുകളും അതിന്റെ ഷെൽഫ് ലൈഫും കാര്യങ്ങളെല്ലാം നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുന്നില്ല. കാരണം നമ്മളൊരു 6 ആഴ്ച അല്ലെങ്കിൽ ഒരു 7, ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒരു 1.5 മാസത്തിൽ കൂടുതലൊന്നും നമുക്ക് ഈ കഷായം സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം അതിൽ പ്രിസർവേറ്റീവ്സും കാര്യം ചേർത്ത് ചെയ്യുമ്പോൾ അതിന്റെ ഗുണങ്ങളെല്ലാം പോയി പല പ്രോബ്ലത്തിലേക്ക് എത്തുന്നു. അപ്പോൾ കഷായം ഗുണം ചെയ്യുന്നതിനേക്കാൾ ദോഷത്തിലേക്ക് എത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കഷായത്തിന്റെ എക്സ്ട്രാക്ട് എടുത്ത് ടാബ്ലറ്റ് രൂപത്തിലേക്ക് ആക്കുന്നത്. ഈ ടാബ്ലറ്റിന് കഷായത്തിന്റെ അതേ എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ജീവിതജന്യ രോഗങ്ങളായിട്ടുള്ള പല രോഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം സുശ്രുത ഫാർമസ്യൂട്ടിക്കൽസിലൂടെ ടാബ്ലറ്റിന്റെയും ക്യാപ്സൂളിന്റെയും രൂപത്തിലും ഭാവത്തിലും നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് വളരെയധികം ഫലപ്രദമാകത്തക്ക രീതിയിൽ ആ രീതിയിലുള്ള ഔഷധ പ്രയോഗങ്ങൾ ചെയ്യാൻ നമ്മളുടെ ആയുർവേദ പരമ്പരയായിട്ടുള്ള മുതിരയിൽ ആയുർവേദ ട്രഡീഷൻ സാധിച്ചിട്ടുണ്ട്. അതിനെ നമ്മളും നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഇന്ന് സ്ത്രീ പുരുഷ ഭേദമന്യേ ശരീരത്തിന്റെ ആകെ സൗന്ദര്യമാണ് നമ്മളുടെ കേശം, മീൻസ് തലമുടി. ഈ തലമുടി എന്നുള്ളത് കേരളീയരുടെ ഒരു പ്രത്യേക ശൈലിയാണ്, ഭംഗിയാണ്. അത് പഴയ കാലങ്ങൾ മുതൽ കേശത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് ആയുർവേദത്തിൽ ശിരസിലുണ്ടാകുന്ന ശിരോചർമ്മങ്ങളിലുണ്ടാകുന്ന പല രോഗങ്ങൾക്കും പരിഹാരം ആയുർവേദത്തിലൂടെ നിർദ്ദേശിച്ചിരുന്നു. അതിന് ഫലസിദ്ധിയും കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ നമ്മൾ ശിരസിലുണ്ടാകുന്ന താരൻ, അകാലനര, അതുപോലെ തന്നെ നമ്മുടെ തലമുടി കൊഴിച്ചില്, മുടി രണ്ടായി പിളർന്നു പോവുക, വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പല കാരണം കൊണ്ടാണ്. ഒന്ന്, നമ്മളുടെ ജോലിയിലെ പിരിമുറുക്കങ്ങൾ, പിന്നെ നമ്മുടെ ദിനചര്യയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ. തേച്ചുകൂടി ഒരു പ്രധാന ഘടകമായിരുന്നു പഴയകാലത്ത്. ഇന്ന് തേച്ചുകൂടിയൊക്കെ അന്യം നിന്ന് പോയ അവസ്ഥയിലായി.
അപ്പോൾ ഇന്നത്തെ ശരിക്കും പാദം മുതലാണ് നമ്മൾ കുളിക്കേണ്ടത്. ഇന്ന് നമ്മൾ ശിരസിൽ നിന്നാണ് കുളിക്കുന്നത്. അപ്പോൾ അതിന്റെ തന്നെ എതിർ ദിശയിലേക്ക് ആയിപ്പോയി. അപ്പോൾ ആ എതിർ ദിശയിലുള്ള അവസ്ഥയെ നമുക്ക് ഇനി മാറ്റം വരുത്തണമെങ്കിൽ അവരോട് തന്നെ സ്വന്തം ശരീരത്തെ സംരക്ഷിക്കാനുള്ള വഴി കണ്ടെത്തിയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാവുന്നത് ബന്ധ വെളിച്ചെണ്ണയിൽ നിർമ്മിക്കുന്ന ശുശ്രുതയുടെ കുന്തളകാന്തി വെളിച്ചെണ്ണ എന്ന് പറയുന്ന ശുശ്രുതാസ് കുന്തളകാന്തി വെളിച്ചെണ്ണയാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് പച്ചമരുന്നുകൾ സ്വരസമെടുത്ത്, ഇപ്പോൾ നീലയമരി, അതുപോലെ തന്നെ നെല്ലിക്ക, കയ്യുണ്യം, കുടവൻ, ബ്രഹ്മി, കരിവേപ്പില, ഇങ്ങനെയൊക്കെയുള്ള അനവധി വള്ളി ഒഴിഞ്ഞ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഔഷധങ്ങളുടെ സ്വരസമെടുത്ത് ആ സ്വരസം നമ്മൾ കൽക്കലിലൂടെ കഷായമാക്കി, കഷായത്തിൽ 4 കൂട്ടം പാലും ചേർത്ത് അതിൻ്റെ ടൈം ബീങ്ങിൽ അതിനെ നമ്മൾ ഓയിൽ വെളിച്ചെണ്ണ വെന്ത വെളിച്ചെണ്ണ ചേർത്ത് പാകപ്പെടുത്തിയാണ് നിർമ്മിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വെളിച്ചെണ്ണയുടെ ശുശ്രുതാസ് കുന്തളകാന്തി വെളിച്ചെണ്ണയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് ശിരോചർമ്മത്തിലുണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾക്കും പൂർണ്ണതയും, അതുപോലെ കണ്ണിന് നല്ല കാഴ്ചയും നല്ല ഉറക്കവും മുടി കൊഴിച്ചിലും അകാല നിരയും താരൻ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാനും സാധിക്കും എന്ന് നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒട്ടനവധി ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ട്. ശുശ്രുതാസ് കുന്തളകാന്തി ഓയിൽ എന്നാണ് അതിൻ്റെ പേര്. ഈ ശുശ്രുതാസ് കുന്തളകാന്തി വെളിച്ചെണ്ണ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് താരനോ ഈ പറയുന്ന യാതൊരു വിധത്തിലുള്ള ശിരോചർമ്മത്തിൽപ്പെട്ട ഒരു രോഗങ്ങളും ഉണ്ടാവില്ല എന്ന് 100% നമുക്ക് വിശ്വസിക്കാം. ഇത് വളരെയധികം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആയുർവേദ മരുന്നാണ്. മൈഗ്രെയിൻ, അതുപോലെ തന്നെ ടോൺസിലൈറ്റിസ്, അതുപോലെ നമുക്ക് കണ്ടത്തിലുണ്ടാകുന്ന പല വിധത്തിലുള്ള പ്രോബ്ലംസ്, ശിരസിലുണ്ടാകുന്ന അസുഖങ്ങൾ, ഇതിനെല്ലാം ആകെ ഒരു വില നമുക്ക് ഈ മരുന്നിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ശുശ്രുതാസ് കുന്തളകാന്തി വളരെ കാലഘട്ടം മുമ്പേ തന്നെ പൂർവികരായിട്ട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരുന്നതാണ്. നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ അതിൻ്റെ അന്തസ്സത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. വളരെയധികം റിസൾട്ടും ഈ മരുന്നിൽ നിന്ന് കാണുന്നുണ്ട്. നന്ദി, നമസ്കാരം.